അപ്പോൾ നമുക്ക് പേട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാൻ ആദ്യം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അരക്കപ്പ് പഞ്ചസാരക്ക് നമുക്കൊരു അരക്കപ്പിൽ കുറച്ചൊരു കൂടുതലും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് ഇത് മിക്സ് ചെയ്യുന്നവരെ ഒന്ന് തിളച്ച് ഈ പഞ്ചസാര ഒന്ന് ഉരുകിയിട്ട് ഒരു ഒട്ടുന്ന ഒരു രീതിയിലാവുമ്പോൾ നമുക്കതിലേക്ക് പാൽപ്പൊടിയും ഹോർലിക്സ് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പഞ്ചസാരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തൊടുമ്പോൾ നമുക്കിങ്ങനെ ഒട്ടണം, ഇങ്ങനെ നൂല് രീതിയിൽ വരണം ഉണ്ടോ. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസിൻ്റെ പൊടിയാണിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നമുക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ പാൽപ്പൊടിയാണ് ഞാൻ ഇനി നെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്നുള്ളത്. കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക, ഫുള്ള് ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്, കട്ടയായി പോവും. അതുകൊണ്ട് കുറച്ചിട്ട് നമുക്ക് പാൽപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഇട്ട് കൊടുക്കാം. ഞാൻ പാൽപ്പൊടി ഫുള്ള് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹോർലിക്സ് ആണ്, അത് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ള് ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്, കുറച്ചിട്ട് നമുക്ക് ഇട്ടിട്ട് ഇതും കൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് ഫുള്ള് ഞാൻ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ഇത് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇത് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഉരുട്ടിയെടുക്കുക, ഏത് ഷേപ്പിലാണെങ്കിലും നമുക്ക് ഇത് ആക്കിയെടുക്കാം കേട്ടോ. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഞാൻ ഫ്ലെയിം ശരിക്കും ചെറിയ ഇതിലാണ് ഉള്ളത്, തീരെ കൂട്ടിയെടുക്കാൻ പാടില്ല. അപ്പോൾ ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്.